ഹലോ, അഫീസ്നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ളോഗാണ്. അത്ര വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതല്ല, ചെറിയ രീതിയിലുള്ളത് കേട്ടോ. അപ്പോൾ ഇത് വീക്കെൻഡിൽ എടുത്ത വീഡിയോ ആണ്, തേഴ്സ്ഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇവിടെ അടുത്തുള്ള നെസ്റ്റോയിൽ പോയിട്ട് ചെയ്ത ഷോപ്പിംഗ് ആണ്. അപ്പോൾ നമ്മൾ താഴത്തെ സൂപ്പർ മാർക്കറ്റ് സെക്ഷനിലത്തെ ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലേക്ക് പോവുകയാണ് ചെയ്തത് മേലേക്ക്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിച്ചത് എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ വിൻ്റർ കളക്ഷൻസ് കുറേ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്വെറ്റർ ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല, പിന്നെ നോക്കാമെന്ന് വിചാരിച്ച്. ഏതായാലും ഇപ്പോൾ തണുപ്പൊക്കെ ആയി തുടങ്ങിയാലോ, അപ്പോൾ എന്തായാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മസ്റ്റായിട്ടും വേണം. അയാനുവിന് സാൻഡൽസ് നോക്കണമെന്നുണ്ടായിരുന്നു, അപ്പോൾ അത് ഒരെണ്ണം വാങ്ങി സെലക്ട് ചെയ്ത്. പിന്നെ അതുപോലെ നമുക്കിങ്ങനെ വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെരുപ്പ് അതും നോക്കി. തണുപ്പിനൊക്കെ നല്ലതല്ലേ. കുഞ്ഞു കുട്ടികളെ നല്ല ക്യൂട്ട് ഡ്രസ്സുകൾ ഇങ്ങനെ ജസ്റ്റ് കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തെന്നുള്ളൂ. ഡ്രസ്സൊന്നും വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ലേഡീസിൻ്റെ സെക്ഷനിലും ഡ്രസ്സുകളൊക്കെ ഓഫറിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അത്യാവശ്യത്തിനുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം കാണിച്ചു തരാം ഏതാണെന്നുള്ളത് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അയാനുവിന് ഈ ഒരു ചെരുപ്പാണ് വാങ്ങിയത്. ഇത് സൂപ്പർ ട്രെൻഡിങ് ചെരുപ്പാണ്, എനിക്കിഷ്ടായി, നല്ല സുഖമുണ്ട്. പിന്നെ ഐഷാക്ക് ഈ ഒരു കുഞ്ഞ് ബ്ലാങ്കറ്റ് വാങ്ങി. ഈ ഒരു മെറ്റീരിയലിൻ്റെ കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, അത്ര വെയിറ്റ് ഒന്നുമില്ല. അപ്പോൾ ഇത് നേരത്തെ കണ്ടില്ല, ഒരു ബാസ്ക്കറ്റ് അതിൽ നിന്ന് ആണ് വാങ്ങിച്ചത് കേട്ടോ. പുതക്കാരൊന്നും വലിയ ഇഷ്ടക്കാരൊന്നല്ല പൊതുവേ, മിക്ക കുട്ടികളും അങ്ങനല്ലേ. പക്ഷെ ഇപ്പം പിന്നെ തണുപ്പായ കാരണം അതില്ലാണ്ട് പറ്റേയില്ല. അപ്പം ഇങ്ങനെ പുതിയത് ഇങ്ങനെ വാങ്ങിക്കണം കണ്ടപ്പോൾ മൂപ്പർക്ക് ഭയങ്കര പവറായി, ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഹോം ഫോർ യുൻ്റെ ബ്രാൻഡിൻ്റെ ബെഡ്ഷീറ്റ് ഇതാണ് വാങ്ങിച്ചത് കേട്ടോ. ഈ ഒരു ഡിസൈനാണ് വാങ്ങിയത്. മെറ്റീരിയൽ കുഴപ്പമൊന്നുമില്ല, കിങ് സൈസ് ബെഡിൻ്റെ ആണ് വാങ്ങിയത്. പക്ഷേ ഇതിൻ്റെ പില്ലോ മാച്ചിങ് ആയിട്ട് തോന്നിയില്ല. പിന്നെ ഇതാണ് ഞങ്ങൾ വാങ്ങിയ ലാമ്പ്, ഡെസ്ക് ലാമ്പ്, റീചാർജബിൾ ആണ്. ക്രിപ്റ്റൺ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ റീചാർജബിൾ ആണ്, പിന്നെ ടച്ച് കൺട്രോളാണ്. താഴെ ഒരു ക്ലിപ്പ് ഉണ്ട്, അപ്പോൾ നമുക്കത് എവിടെ വേണമെങ്കിലും ക്ലിപ്പ് ചെയ്ത് വെക്കാം. പിന്നെ ഫ്ലെക്സിബിളാണ്, അതിൻ്റെ ആ ഒരു ലൈറ്റ് വരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ.
പിന്നെ അതിൻ്റെ ചാർജിങ് കേബിൾ വന്നിട്ട് ഇതാ ഈ ഒരു മോഡലാണ് നമ്മളെ ഫോണിനൊക്കെ ചാർജ് ചെയ്യണ ഒരു സംഭവം തന്നെയാണ് ഇതിൻ്റെ കേബിൾ വരുന്നത് കേട്ടോ. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടടക്കാനും എളുപ്പമാണ്, പോർട്ടബിളാണ്. കാരണം അത്ര വെയിറ്റ് ഒന്നുമില്ല, സുഖമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. പിന്നെ ഇത് കണ്ടോ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും തിരിച്ച് വെക്കാം. നല്ല തിന്നായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ, ലൈറ്റാണ്. കണ്ട താഴെ ടച്ച് സെൻസിബിളാണത്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വളച്ചൊക്കെ വെക്കാം, തിരിച്ചും വളച്ചൊക്കെ വെക്കാൻ പറ്റും. ഇപ്പോൾ റീസെൻ്റായിട്ട് കുറേ പേരൊക്കെ ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു താഴെ ഈ ഒരു ക്ലിപ്പ് വരുന്ന കാരണം മാക്സിമം ഒരു ഇത്തിരി വീതിയുള്ള സ്ഥലങ്ങളിൽ വരെ നമുക്കിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ എവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ടേബിളിലോ അല്ലെങ്കിൽ നമ്മുടെ ചെയറിലോ എവിടെയാണെങ്കിലും കട്ടിലിൻ്റെ സൈഡിലോ നമുക്കിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് ബെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ അത്യാവശ്യമായിട്ട് വാങ്ങിയത് ഇങ്ങനത്തെ ഒരു ബെഡ് സൈഡ് ലാമ്പാണ്. പിന്നെ ഇതാണ് നമ്മൾ ഹോം സ്ലീപ്പേഴ്സ് വാങ്ങിയെന്ന് പറഞ്ഞത്. ഈ ഒരു ടൈപ്പ് ഇട്ടാ 42 43 സൈസ് വാങ്ങി, പല സൈസിലുണ്ടായിരുന്നു. ഇത് ചൈനയുടെ പ്രൊഡക്റ്റാണ്. 42 43 ആ ഒരു സൈസ് വാങ്ങിയിട്ടാ. ഈ കളറും പിന്നെ ഈ ഒരു ബ്ലാക്ക് കളറുമാണ് വാങ്ങിയത്. ഇനി ഞങ്ങൾക്ക് പപ്പ അടിച്ചത് ഈ ബോളാണ്. പിന്നെ കുറച്ച് കിച്ചൺ ആക്സസറീസ് ആയിട്ട് വാങ്ങിയത് ഈ ഒരു ഹോൾഡർ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ പാത്രവും ചട്ടിയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പിടുത്തുണ്ടല്ലോ, അത് വാങ്ങി. അതുണ്ടായിരുന്നില്ല. പിന്നെ ഒരുവിധം ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഓൾറെഡി ഇവർ യൂസ് ചെയ്തിരുന്ന കാരണം ഇതുണ്ട്. പിന്നെ ഒരു പീലർ വാങ്ങിച്ച്, സാധാരണ ഒരു പീലർ. പിന്നെ വേണ്ടിയിരുന്നത് സ്പൂണും ഫോർക്കിൻ്റെ സെറ്റായിരുന്നു. അപ്പോൾ തൽക്കാലത്തിനുള്ളത് വാങ്ങി, ഈ ഒരു സെറ്റ് വാങ്ങി, സ്പൂണും ഫോർക്കും. പിന്നെ ആഷിഫിൻ്റെ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ലഞ്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ലഞ്ച് ക്യാരി ബാഗ് വാങ്ങി. അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ സെക്ഷനിൽ നിന്നാണ് ഇത് വാങ്ങിയത് കേട്ടോ. കുഴപ്പമില്ലാത്ത റേറ്റിൻ്റെയും നല്ല ക്വാളിറ്റിയുടെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഷോപ്പിംഗ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ ചെറിയ ഷോപ്പിംഗ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ കമൻസ് അറിയിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്